told your friend you're not okay? And tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake us. എസ്ത്രേ ഒരു ചോദ്യം കൂടെ. നമുക്കേ ഇവിടെ നമ്മൾ വരുവാണല്ലോ ജർമ്മനി ആദ്യമായിട്ട് നമ്മൾ വരും, നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ എയർപോർട്ടിൽ നിന്ന് അവരൊന്ന് പിക്ക് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളെ വാർഡിൽ ചെല്ലുമ്പോൾ നമ്മളെ സഹായിക്കാനും നമ്മളെ ഒന്ന് ഒരു മെൻറ്റോർ പോലെയോ അങ്ങനെയൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയാനും അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടോ? അവരുമായിട്ടുള്ളത് എങ്ങനെയാണ്? അവർ കോപ്പറേറ്റീവ് ആണോ? അതേപോലെ നമ്മൾ ഷൗട്ട് ചെയ്യുമോ, ദേഷ്യപ്പെടുവോ? അങ്ങനെയുള്ള എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ ഉണ്ട്, ഒന്ന് പറയാമോ? അതായത് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ കാർഡിയോളജിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. എനിക്ക് കാർഡിയോളജി ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നമ്മുടെ ഇവിടെ ഇവര് ഭയങ്കര നമുക്ക് കോപ്പറേറ്റീവ് ആണ് ഇവിടുത്തെ ആൾക്കാരെല്ലാവരും. അപ്പം ഞാനിപ്പം ഇവിടെ അനർക്കനും ചെയ്യുന്ന ആളായിട്ടാണ് ഇവര് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു രജിസ്ട്രേഷൻ അതായത് എന്റെ ഈ എക്സാം ഞാൻ ഇവിടെ വരുമ്പോൾ എഴുതുന്നത് കണ്ടിന്യൂസ് പ്രൂഫ് എന്നാണ്. അപ്പം ആ എക്സാം കഴിയുന്നത് വരെ ഞാൻ ഇവിടെ ഒരു അനർക്കൻ ചെയ്യുന്ന ഒരു നേഴ്സ് എന്നുള്ള അസിസ്റ്റന്റ് തലത്തിലാണ് നിൽക്കുന്നത്. അതായത് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. നമ്മൾ നേഴ്സാണ്, പക്ഷെ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. അതായത് ഇപ്പൊ നമുക്ക് പേഷ്യൻസിനെ ഒന്നും ഒറ്റയ്ക്ക് തരത്തില്ല. പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നഴ്സിംഗ് പഠിച്ചിട്ട് പിള്ളേര് നാട്ടിൽ നിന്ന് രജിസ്റ്റേർഡ് ആയിട്ട് ഇവിടെ വരികയാണ്. അതായത് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് തന്നെ വരും. ഇപ്പം ജർമ്മനി അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അവര് ഇവിടെ വന്നിട്ട് ഒരു വർഷമൊക്കെ നിർത്തി ഒരു പയ്യെ പഠിപ്പിച്ചിട്ട് രജിസ്റ്റേർഡ് ആക്കുകയാണ് ചെറിയ പരീക്ഷയൊക്കെ. എസ്തന്റെ അഭിപ്രായത്തിൽ അതാണോ നല്ലത്? അതുപോലെ എനിക്ക് രണ്ടുപേരെ അറിയാം, വന്ന പിള്ളേർ ഒക്കെ ഉണ്ട്. അപ്പം അതാണോ നല്ലത്? നാട്ടിൽ രജിസ്റ്റേർഡ് ആയിട്ട് വരുന്നതാണോ നല്ലത്? അതുപോലെ ഇതുപോലെ ഇവിടെ വന്ന് ഇവിടെ നിന്ന് പഠിച്ച് രജിസ്റ്റേർഡ് ആയിട്ട്, അതായത് അൻപാസും യാറിനൊക്കെ പറഞ്ഞല്ലേ, അങ്ങനെ നിന്ന് അനാർക്കനും ഏതാണ് എസ്തറിന്റെ ഒരു ഇതുവരെയുള്ള ഈ 3 വർഷത്തെ അനുഭവത്തില്? എന്റെ അഭിപ്രായത്തില് എന്താണെങ്കിലും ഈ ഒരു മെത്തേഡ്, അതായത് എന്റെ മെത്തേഡാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രഷ് ആയിട്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ കുറച്ച് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് ഒരു അങ്ങനെ ഒരു രീതിയിൽ ഒരു പിന്നെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുള്ളി രജിസ്റ്റേർഡ് ആവുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു ഞാൻ ഈ പിള്ളേരോടും ചോദിച്ച പിള്ളേരും അത് തന്നെയാണ് പറഞ്ഞത്. കാരണം രജിസ്റ്റേർഡ് ആയിട്ട് വരുമ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവര് രജിസ്റ്റേർഡ് ആയിട്ട് വരുമ്പോഴേ ആ ജോലിയൊക്കെ കൊടുക്കും, ഒരു ഇൻചാർജ് പോലെയും കൊടുക്കും. ഇത് നിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ പിള്ളേർക്കും പലർക്കും ഒന്നും അറിയില്ല എന്താണ് പുതിയ രാജ്യം, പുതിയ സിസ്റ്റം, പുതിയ കാര്യങ്ങൾ അല്ലേ? അതെ അതെ. അത് ഇവര് നമ്മളിപ്പോ രജിസ്ട്രേഷൻ കഴിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ അനർക്കന് ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ അവര് നമുക്ക് ഒരിക്കലും എന്താ പറയാ നമ്മൾ ഈ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന പോലെയാണ് അവർ നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് നമുക്ക് എന്ത് സംശയം ചോദിക്കാം, നമുക്ക് സംശയം ചോദിക്കാം, പൊട്ടത്തെറ്റ് വന്നാലും പ്രശ്നമല്ല അല്ലേ? അതെ അതെ അതെ. നമുക്ക് അവർക്കറിയാം. അപ്പൊ നമ്മള് ഔട്ട്ലാൻഡേഴ്സ് ആണ്, നമുക്ക് ലാംഗ്വേജിന്റെ പ്രശ്നമുണ്ട്, പിന്നെ നമുക്ക് കാര്യങ്ങൾ അറിയില്ല എന്നുള്ളത് അവർക്കറിയാം. പിന്നെ കുറെയൊക്കെ മെത്തേഡ്സ് ഒക്കെ ഇവിടെ ഒരുപോലെ ആണ് നാട്ടിലത്തെ ചെയ്യുന്നത്, പക്ഷെ അതില് എക്യുപ്മെന്റ്സ് ഒക്കെ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ എന്താ പറയാ ഡെവലപ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ ഒരു ഇതുണ്ട്. പിന്നെ എന്നെ പോലെയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടില് എക്സ്പീരിയൻസേ ഇല്ല. എങ്ങനെയാണ് ഇപ്പൊ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ തിയറി കാര്യങ്ങളോ അല്ലെങ്കിൽ തിയറി നമുക്ക് നന്നായിട്ടുണ്ട്. നമ്മുടെ പ്രാക്ടിക്കൽ അനുഭവം നമുക്ക് വളരെ നമുക്കില്ല. നാട്ടിലുണ്ടെങ്കിലും ഇവിടുത്തെ ആ കൾച്ചറിലും ഇവിടുത്തെ രീതിയിലുള്ള അനുഭവം നമുക്ക് കുറവാണ്. നാട്ടിൽ അനുഭവം ഉണ്ടെങ്കിൽ പോലും അല്ലേ? അതെ അതെ. അങ്ങനെയുള്ളവർക്ക് തന്നെ അത് ഇവിടെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം പോലും ഇവര് ജർമ്മനിലേ പറയത്തുള്ളൂ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു സ്പൂണോ ഒരു പിന്നെ ഗ്ലാസ്സിന് വരെ ഇവര് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ അതിനൊക്കെ നമ്മളിപ്പോ ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുമല്ലോ. ഏത് സാധാരണ പേഷ്യൻസ് ആണെങ്കിൽ പോലും അങ്ങനെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, നമ്മളോട് അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും ജർമ്മനിലാണ് പറയാ, ചെറിയ കാര്യം പോലും. അപ്പൊ നമുക്ക് ഇത് നമ്മളെല്ലാം പഠിച്ച് വരാത്ത ഒരാളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എന്താണെങ്കിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫുള്ളി രജിസ്റ്റേർഡ് ആയി വന്നു കഴിഞ്ഞാല് നമ്മള് നോർമലി ഒരു 7-8 പേഷ്യൻസിന് ഒരുമിച്ച് തന്നെ നമുക്ക് തരും, നമ്മൾ ചെയ്യണം.
ഇവർക്ക് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇവരുടെ റുട്ടീൻ നമുക്ക് മനസ്സിലാവാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോഴാണ് സത്യത്തില് ഇപ്പൊ ഒരു 3 മാസമായി ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത്. ഇപ്പോഴാണ് ഞാൻ അവിടുത്തെ റുട്ടീൻസ് ഒക്കെ ശരിക്കും പഠിച്ചു വരുന്നത്. ഇപ്പൊ ഒരു കാര്യം വന്നാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ മുന്നേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതില്ലാത്തത്, അതായത് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എപ്പോഴും എന്നെ അവർ ഒരു നഴ്സിന്റെ കൂടെ ആയിരിക്കും വിടുക. അതായത് നമുക്കിതെല്ലാം സമാധാനത്തിലിരുന്ന് ഒരു ശാന്തതയോടെ ഇരുന്നെല്ലാം കണ്ടു പഠിക്കാനും നമുക്കൊരു വലിയ ടെൻഷൻ വരുന്നില്ല. ഉത്തരവാദിത്വം ഉണ്ടല്ലോ എന്ന് കരുതി ഒരു സ്ട്രെസ്സോ ഒരു ഡിപ്രഷൻ പോലൊന്നും വരുന്നില്ല. വർക്കിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ വരത്തില്ല. വലിയ നമുക്ക് ആരോടും നമുക്ക് ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നില്ല. നമ്മുടെ അവർക്ക് മറുപടി കൊടുക്കണം. അതെ, അങ്ങനെയില്ല. നമുക്കിപ്പം ഒരു പേഷ്യന്റിന് ഇപ്പൊ അവര് പറയുന്നത് നമുക്ക് മനസ്സിലായില്ല, അപ്പൊ നമുക്ക് തന്നെ ഓക്കെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്നില്ല, നമ്മൾ ആ നഴ്സിനോട് പോയി പറഞ്ഞാൽ മതി ഇന്ന പേഷ്യന്റിന് ഒരു വയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയും ഓക്കെ ഞങ്ങൾ പോയി നോക്കോളാം എന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ അവർ നമ്മളെ കൂടെ കൂട്ടി പോയിട്ട് എന്താണ് അവർ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുതരും. എല്ലാ കാര്യം നമുക്ക് അങ്ങനെ ഒരു പിന്നെ എന്താ പറയാ ഇതില്ല, ട്രസ്റ്റ് ഇല്ല ശരിക്കും. എസ്തറേ, ഇവിടെ വന്നിട്ട് ജർമ്മനി വന്നിട്ടേ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസോ എന്തെങ്കിലും അയ്യോ വരണ്ടായിരുന്നെന്നോ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ? എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇപ്പൊ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ പിൻ ചെയ്യുന്ന എല്ലാവരും ഇന്നാണോ വന്നത് നമ്മളോട് ചോദിക്കാം എവിടുന്നാ വന്നതെന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളിങ്ങനെ പേഷ്യൻസ് ആണെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അവര് നമ്മളടുത്ത് എന്താ പറയാ, ഇപ്പൊ നമ്മള് ചിലപ്പോ വന്ന സമയത്തൊക്കെ എനിക്ക് ഒന്നും പറയാൻ അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ എന്തെങ്കിലൊക്കെ ഭയങ്കര പൊട്ടത്തരൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അവരെന്നിട്ടും അവരറിയും നന്നായി സംസാരിക്കുന്നുണ്ട്. സപ്പോർട്ടീവ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ പഠിക്കാനും ഒക്കെ. റെഡിയാക്കാം. അപ്പൊ അവരെന്നെ പറയും അത് സപ്പോർട്ടില്ലെങ്കിൽ നമ്മൾ ഒന്ന് കോപ്പ് തിരിച്ചു പോയ കാര്യം അല്ലേ, അങ്ങനെ. പക്ഷെ ഇവര് തന്നെ പറയും ജർമ്മൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ലാംഗ്വേജ് ആണ്, പക്ഷെ എന്നാണ് അവര് പറയാ. അത് സമയം എടുക്കുന്നതിനനുസരിച്ച് അത് വന്നോളും, ഓട്ടോമാറ്റിക്കലി വന്നോളും എന്നുള്ള രീതിയിലാണ് അവര് പറയുന്നത്. പിന്നെ എസ്തറിനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഈ ഇവിടെ വരുന്ന ഒത്തിരി പിള്ളേർ വരുന്നുണ്ട്, അവരോടൊക്കെ ഒന്ന് പറയാനൊക്കെ ഒരു ഉപദേശം, ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലെ ഉപദേശം എന്താണ് പറയാനുള്ളത്? അവര് ഇപ്പൊ ജർമ്മൻ ഭയങ്കര നല്ലൊരു അടിപൊളി കൺട്രിയാണ്, അടിപൊളി സ്ഥലവും. നമ്മളിവിടെ ഭയങ്കര എന്താ പറയാ, നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജർമ്മനി എന്താണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇവിടെ വരുന്ന കുട്ടികളുടെ അടുത്ത് ഇപ്പൊ നഴ്സിംഗ് ജോലിക്ക് വേണ്ടി വരുന്ന കുട്ടികൾ എന്താണെങ്കിലും ജർമ്മൻ പഠിക്കുക. B2 എക്സാം ജയിക്കണം. പ്രൂഫിംഗ് ഓറിയന്റഡ് ആണ് നമ്മുടെ ഇപ്പൊ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ അങ്ങനത്തെയാണ്. പക്ഷെ അതിലുപരി നമ്മൾ തന്നെ സ്വയം കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് പിന്നെ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ജർമ്മൻ ബേസ് ചെയ്തിട്ട്. മലയാളി വ്ലോഗേഴ്സ് ചെയ്യുന്നതാണെങ്കിലും ഉണ്ട്, ജർമ്മനിക്കാർ അതായത് ജർമ്മനിലുള്ള ആൾക്കാർ ജർമ്മൻസ് ചെയ്യുന്ന കുറെ വ്ലോഗുകളുണ്ട്. അപ്പൊ ഇതൊക്കെ കാരണം നമുക്കൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് എനിക്കിപ്പോ പെട്ടെന്ന് ഞാൻ ഇങ്ങനെയൊന്നും അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ എനിക്ക് ഇവിടെ വന്നപ്പോ ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് ഇവരെന്താ പറയുന്നതെന്നുള്ളൊരു ഇതായി പോകും. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ഡെയിലി ലൈഫിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരുന്ന വെറുതെ നമുക്ക് അത് കേൾക്കുമ്പോൾ ഒരു ഇത് വരും. ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് ഞാൻ സത്യത്തിലൊന്നും പഠിക്കാനായിട്ടൊന്നും അങ്ങനെ തുടങ്ങിയിട്ടില്ല. പക്ഷെ ഞാനിപ്പോ കേട്ട് ഞാൻ വാർഡിലും അല്ല പല സ്ഥലങ്ങളിലും കേട്ട് തന്നെ കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ മീൻസ് കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു, അത് ഓട്ടോമാറ്റിക്കലി എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇവിടെ വരുമ്പോൾ അത്രയും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ അതാണ് എനിക്ക് മെയിൻ ആയിട്ട്, ലാംഗ്വേജ് ആണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാൻ. ലാംഗ്വേജ് എന്താണെങ്കിലും വേണം. അതെ, പഠിച്ചു. നഴ്സിംഗ് ഫീൽഡിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ആര് വന്നാലും ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേ പറ്റും. അല്ലാണ്ട് ഇപ്പൊ വരുന്നവർക്ക് എനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ളവര് ഇംഗ്ലീഷ് തീരെ ഉപയോഗിക്കില്ല എന്നല്ല, ചെറിയതായിട്ടൊക്കെ ഉപയോഗിക്കും. പക്ഷെ ജർമ്മൻ ഉണ്ടെങ്കിൽ വളരെ ഒരു അഡ്വാൻറ്റേജ് ആണ്.